പിരിവ് പേടിച്ച് മാരാമണ്ണിലെത്തിയപ്പോൾ കുടില് കെട്ടിയുള്ള പാതിരികളുടെ മുടിഞ്ഞ പിരിവ്. ഒരു മാർത്തോമാ സഭാംഗത്തിന്റെ അനുഭവം കേൾക്കുക. പഴയകാല ഓർമ്മകളുടെ നിറവിൽ ഒരാഴ്ചക്കാലം പമ്പാനദിയുടെ തീരത്ത് ഓലപ്പന്തലിൽ കാറ്റുകൊണ്ട് പാട്ടൊക്കെ പാടി പ്രസംഗങ്ങളൊക്കെ കേട്ട് പഴയ സൗഹൃദമൊക്കെ പുതുക്കി പോകാം എന്ന് കരുതിയാണ് മാർത്തോമാ സഭാംഗങ്ങൾ മാരാമൺ കൺവെൻഷനായി വർഷാവർഷം ഒത്തുകൂടുന്നത്. മാർത്തോമാ സഭയുടെ ഒരു പോഷക സംഘടനയായ മാർത്തോമാ സുവിശേഷ പ്രസംഗ സംഘത്തിൻ്റെ ആഭിമുഖ്യത്തിലാണ് മാരാമൺ കൺവെൻഷൻ എല്ലാ കൊല്ലവും നടത്തുന്നത്. നവീകരണ സഭ എന്ന് പറയുന്നുണ്ടെങ്കിലും പൗരോഹിത്യ സഭകളിൽ ഇന്ന് ഏറ്റവും കൂടുതൽ പിരിവുകളുള്ള ഒരു സഭയാണ് മാർത്തോമാ സഭ. ഇടവകകളിലെ പിരിവുകളിൽ സഹികെട്ട് ഒന്ന് മനസ്സമാധാനമായി ഒരാഴ്ചക്കാലം കൺവെൻഷൻ കൂടാമല്ലോ എന്ന് കരുതി മാരാമണ്ണിൽ എത്തുന്ന വിശ്വാസികൾക്ക് അവിടെയും നേരിടേണ്ടി വരുന്നത് കനത്ത പിരിവുകളാണെന്ന് വെളിപ്പെടുത്തുന്നത് മറ്റാരുമല്ല, മാർത്തോമാ സഭാംഗങ്ങൾ തന്നെയാണ്. അതുപോലെ ഉദ്ഘാടന പ്രസംഗത്തിൽ നാട്ടിൽ നടക്കുന്ന പല കാര്യങ്ങളിലും വലിയ ആശങ്ക പ്രകടിപ്പിച്ച മാർത്തോമാ മെത്രാപ്പോലീത്ത സഭയുടെ അധീനതയിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ആശുപത്രികളിലും നടക്കുന്ന കൊള്ളയിൽ ഒരാശങ്കയും പ്രകടിപ്പിച്ചില്ല. സഭയിലെ മെത്രാന്മാരുടെയും പാതിരിമാരുടെയും വർദ്ധിക്കുന്ന മൂല്യച്യുതിയിൽ ഒരാശങ്കയും അദ്ദേഹം പ്രകടിപ്പിച്ചില്ല. പണാപകരണം നടത്തുന്ന പാതിരികൾ, വിശ്വാസികളോട് ഉമ്മ വേണോ എന്ന് ചോദിക്കുന്ന ഉമ്മച്ചന്മാർ, എസ് കെ അമ്മമാരെയും മക്കളെയും പാഴ്സനേജിൽ കളഞ്ഞ് ഇടവകയിലെ ഭർത്തൃമതികളായ വിശ്വാസിനികളുമായി ഒളിച്ചോടുന്ന പാതിരികൾ, ബലാത്സംഗ കേസിലെ പ്രതികളായ പാതിരിമാർ, ഇവരെക്കുറിച്ചൊന്നും മെത്രാപ്പോലീത്തയ്ക്ക് യാതൊരു ആശങ്കയുമില്ല. ബാക്കി എല്ലാത്തിലും വളരെയേറെ ആശങ്കകളുണ്ട്. അത് അത്ര ശരിയല്ലല്ലോ മെത്രാനെ. മാരാമൺ കൺവെൻഷൻ വേദിയെ രാഷ്ട്രീയ വിവാദ പ്രസ്താവനകളുടെ വേദിയാക്കി മാറ്റി മെത്രാപ്പോലീത്ത. തുടർന്ന് പ്രാസംഗികരായി വന്നവരും അത് ഏറ്റുപിടിച്ചു. എങ്ങോട്ട് തിരിഞ്ഞു നിന്ന് കുർബാന കളിക്കണം എന്ന വിഷയത്തിൽ ഒരു തീരുമാനമാകാതെ ഇപ്പോഴും തെരുവിൽ കിടന്നടിക്കുന്ന പൂജ്യ മലബാർ സഭയുടെ തട്ടൽ ബിഷപ്പും സഹോദരന്റെ പള്ളി പിടിച്ചു പറിക്കുവാൻ നടക്കുന്ന പൂച്ചാണ്ടി ബാബയും ഒക്കെ വന്ന് വിശ്വാസികളോട് സമാധാനത്തിന്റെ ദൂത് പറയുമ്പോൾ ഇവന്മാർക്ക് വെളിവുണ്ടായില്ലെങ്കിലും അല്പം ഉളുപ്പുണ്ടാകണേ ദൈവമേ എന്ന് വിശ്വാസികൾ മണലിൽ കുത്തിയിരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. ഇനി മാരാമൺ കൺവെൻഷൻ ഗ്രൗണ്ടിലെത്തിയപ്പോൾ തനിക്കുണ്ടായ അനുഭവങ്ങൾ തോമസ് വർഗീസ് എന്ന മാർത്തോമാ അച്ചായൻ പങ്കുവെക്കുന്നത് കേൾക്കുക. ഞാനൊരു മാർത്തോമാക്കാരൻ, ഞാനും ബൈക്കും കൂടെ പോയത്. അപ്പൊ ചെന്ന് കഴിഞ്ഞ് ഞങ്ങൾ അതുവഴി ഇറങ്ങി താഴോട്ട് വന്നു കഴിഞ്ഞിട്ട് ഈ മെയിൻ പന്തലിന്റെ തൊട്ടിപ്പുറത്തായിട്ട് രണ്ടു വശത്തൂടെ പന്തൽ കെട്ടിയിട്ടുണ്ട്, ഓരോരോ കുഞ്ഞു കുഞ്ഞു മുറികൾ പോലെ. അപ്പം ഇത് യൂട്യൂബിലെല്ലാം ഈ പ്രസംഗമെല്ലാം കിട്ടുന്നുണ്ടല്ലോ. അപ്പൊ അകത്ത് ചെന്നാല് കസേരയ്ക്ക് ഒരു 20 രൂപ കൊടുക്കണം. ഇരിക്കാൻ 20 രൂപ കൊടുക്കണോ കസേരയ്ക്ക്? ഒരു കസേരയ്ക്ക് ഇരിക്കാനായിട്ട്. അത് ഓരോ ദിവസം 20 രൂപ വീതം കൊടുക്കണോ അതോ എല്ലാ ദിവസത്തേക്കും കൂടി 20 രൂപ കൊടുത്താൽ മതിയോ? ഓരോ ദിവസം. ഞാൻ എന്നിട്ട് ഈ സൈഡിൽ കൂടെ വൈഫും കൂടെ വരുന്ന സമയത്ത് ഒരു പാട്ട് പുസ്തകം മേടിക്കാനായിട്ട് കയറി. അപ്പൊ വൈഫ് പറഞ്ഞു ഒരു പാട്ട് പുസ്തകം മേടിക്കുന്നു പറഞ്ഞു. അപ്പൊ ഞാൻ ചെന്നിട്ട് ഒരു 2 പാട്ട് പുസ്തകം മേടിക്കുന്നു. പാട്ട് പുസ്തകം മേടിക്കുന്ന എന്നോട് പറയാം ചാരിറ്റി ഇച്ചിരി പൈസ തരാം. ഞാൻ പറഞ്ഞു ഞാൻ ചാരിറ്റി ഒക്കെ ഇഷ്ടം പോലെ ചെയ്യാറുള്ളൊരു മനുഷ്യനാണ്, എന്നാ കഴിവ്. പുസ്തകം 2 തന്നേക്കെന്നും പറഞ്ഞ് അതും മേടിച്ചു. ഇത് കഴിഞ്ഞിട്ട് ഇച്ചിരി തൊട്ടപ്പുറത്തോട്ട് ചെന്നപ്പം ഇങ്ങനെ കൈയാട്ടി വിളിക്കുക, വാ 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 വാ. ചെല്ലുമ്പോൾ നമുക്ക് കുറെ ലഘുലേഖ തരികയാണ്. ഇവിടെ കണ്ട് ഇവരുടെ ആന്ധ്രയിലെ മിഷൻ, മറ്റേടത്തെ മിഷൻ, മറിച്ചെടുത്ത മിഷനെല്ലാം പൈസ തരാം. അപ്പൊ ഇത് കഴിഞ്ഞാൽ വൈഫ് എന്നെ തോണ്ടി വിളിച്ച് സൈഡിൽ കൂടെ പറഞ്ഞു ഇവിടുന്ന് ഒഴിവാക്കി നമുക്ക് ഈ സെൻട്രൽ സ്റ്റേജ് കൂടെ പോകാം. അങ്ങനെ ചെന്നു. അത് കഴിഞ്ഞിട്ട് ഈ ധർമ്മഗിരി എന്ന് പറയുന്ന പണ്ടത്തെ ഈ ഭിക്ഷക്കാരെ കൊണ്ടുവന്ന് താമസിപ്പിച്ചൊരു സാധനമുണ്ട് നമ്മുടെ പുല്ലാട് കുമ്മനാടിന്റെ ഇടയ്ക്ക്. അപ്പൊ അവിടുത്തെ അതായത് നമ്മുടെ ഈ കുഷ്ഠരോഗികൾ പണ്ടത്തെ ഒരു മെത്രാപ്പോലീത്ത ചെയ്തൊരു പരിപാടിയാ. ഇവിടെ എല്ലാം ഈ ഭിക്ഷക്കാര് വരുമായിരുന്നല്ലോ, ഇവരെല്ലാരും കൂടെ പുനര് അധിവസിപ്പിച്ചായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ എന്നിട്ട് ഇവരെന്ത് ചെയ്തു, ഇവരെല്ലാം കൂടെ കൊണ്ടുവന്ന് അവിടെ വെച്ചിട്ട് ഈ കുഷ്ഠരോഗികളെ എല്ലാം കൂടെ കൊണ്ടുവന്ന് പാർപ്പിച്ച് അന്നത്തെ തിരുമേനി നല്ലൊരു തീരുമാനമായി എടുത്തത്. എന്നിട്ട് അവരവിടെ നോട്ടീസും വെച്ചു ഈ ആരോഗ്യ നിരോധന മേഖല ആരും വരരുത്. അപ്പൊ ഇവർക്ക് വേണ്ടിയിട്ടാണ് ഈ ധർമ്മഗിരി മന്ദിരം ഉണ്ടാക്കിയിരിക്കുന്നത്. ചുരുക്കം പറഞ്ഞാൽ അവിടുന്നുള്ള പിച്ചക്കാരെ എല്ലാം ഒഴിവാക്കിയിട്ട് ഇവര് പിച്ച ആരംഭിച്ചു. ഇവരുടെ പരിപാടിക്ക് തടസ്സം വരുമെന്ന് കരുതിയാണ് നൈസായിട്ട് ഇവന്മാരെ അവിടുന്ന് സ്കൂട്ടാക്കി ഇവര് ആളാം വിധം പിരിവ് തുടങ്ങിയത്. അപ്പൊ എന്നിട്ട് ഞാനും വൈഫും കൂടി ധർമ്മഗിരി പിന്നെ അവിടെ ഒരു ഭക്ഷണശാല ഒരുക്കിയിട്ടുണ്ട്. അപ്പൊ വൈഫ് പറഞ്ഞു നമുക്ക് എന്തായാലും അവിടെ ഒരു പൈസ ഇച്ചിരി കൊടുക്കണോ. അപ്പൊ അവിടെ ചെന്നു. അപ്പൊ അവിടെ ചെന്നെ പറഞ്ഞു ഇതുപോലെ ഇച്ചിരി പൈസ തരാനാണെന്നോ. ഉടനെ പറഞ്ഞു അപ്പുറത്തോട്ട് ചെല്ല,
അങ്ങനെ സൈഡിൽ ഇരിക്കുന്ന ഒരു അച്ഛനുണ്ട്, അവിടെ ചെല്ലും. അവിടെ ചെന്നിട്ട് ഒരു ഇച്ചിരി പൈസ അവിടെ കൊടുത്തു. പൈസ കൊടുത്തു കഴിഞ്ഞാൽ സാമാന്യഗതിക്ക് അവരൊന്നും പറയത്തില്ലയോ പിന്നെ ഭക്ഷണം കഴിച്ചിട്ട് പോ, അല്ലെങ്കിൽ ഇവിടെ ഉണ്ട്, അല്ലെ ഒരു കൂപ്പൺ ഉണ്ടെന്നൊക്കെ. അത് മേടിച്ചു. വീട് പേരെന്തുവാ, വീടെന്തുവാ, അതും പറഞ്ഞു. ഓക്കെ, റെസിപ്റ്റ് തന്നു. ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ ഭക്ഷണം കഴിക്കാനായിട്ടിരിക്കുന്ന ഒരു ഭക്ഷണത്തിന് 100 രൂപ. ഞങ്ങളൊരു 3 പേരുണ്ടായിരുന്നു. അവിടെ ചെന്നു, കുറെ ചോറും തന്നു, പിന്നെ കുറച്ച് കറിയൊക്കെ തന്നു. അവസാനം പച്ചവെള്ളം പോലും കുടിക്കാൻ തരും. അതായത് മോശമായിരുന്ന അത് 100 രൂപ വെച്ചിട്ടൊരു ഭക്ഷണത്തിന് അവിടെ മേടിക്കുക. എന്നാ പിന്നെ ഞാൻ ഓർത്ത്, എന്നാ പിന്നെ കോഴഞ്ചേരി ടൗണിൽ ചെന്നിട്ടൊരു പിന്നെ ഹോട്ടലിൽ കയറിയാൽ അവർ 70 രൂപയ്ക്ക് പിന്നെ ഭക്ഷണം തരത്തില്ല. ഇത് നമ്മൾ ഒരു ചാരിറ്റിക്ക് പണവും കൊടുത്തതിന് ശേഷം അവിടെ നമ്മൾ ആഹാരത്തിനിരുന്നിട്ട് ഇച്ചിരി ചോറ് കൊണ്ടുവന്നിട്ട് കുറെ ഏതാണ്ടൊക്കെ ഉണ്ടാക്കി. ഓക്കെ, പോട്ടെ, അതൊന്നും സാരമൊന്നുമില്ല. മനുഷ്യൻ ഭക്ഷണം കഴിക്കുന്നു, പോകുന്നു. അത് അങ്ങനെ ഇരുന്നിട്ട് അത് അടുത്ത ഒരു പണപ്പിരിവ്. അതായത് 40 രൂപ പോലും വിലയില്ലാത്ത സാധനത്തിന് 100 രൂപ വില ഇട്ടിട്ട് ഇവര് പണം സമ്പാദിക്കും. കോഴഞ്ചേരി മെയിൻ മർത്തോമ പള്ളി ഉണ്ടല്ലോ, ഇവരവിടെ വലിയൊരു ഫ്ലക്സ് ബോർഡ് വെച്ചിട്ടുണ്ട്, സൗജന്യ ഭക്ഷണശാല എന്നും പറയും. ഞാനും വൈഫും എൻ്റെ ഒരു സുഹൃത്തും കൂടെ അവിടെ ചെന്നു. 1 മണി 20 മിനിറ്റ് ആയിരുന്നു. സൗജന്യത്തിന് കഴിക്കാൻ പോയതല്ല സുനിൽ സാറേ. അവിടെ പിന്നെ എന്തെങ്കിലും ഒരു ഭക്ഷണം കിട്ടിയാൽ അവരുടെ പെട്ടിയിലോട്ട് ഇച്ചിരി ഒരു 100-300 രൂപ അതിനകത്തൂടെ കൊടുത്തേക്കാമെന്നുള്ള ഉദ്ദേശത്തിലായിരുന്നു. അപ്പൊ ഇവർ വലിയ ഫ്ലക്സ് ബോർഡ് ചെയ്യുന്നു. എന്നിട്ട് എൻ്റെ മുന്നിൽ ഒരു പടുവൃദ്ധൻ ആ കൂണിപ്പടി കയറിയിട്ട് അതുവഴി എന്നപ്പോ ഉണ്ടല്ലോ, ഭക്ഷണമില്ല 12:30 ആയപ്പോഴത്തേന് തീർന്നു. അപ്പൊ ഇവരിങ്ങനെ ഇത്രയും വലിയ ഫ്ലക്സ് ബോർഡ് വെച്ചിരിക്കുന്നത്. അതായത് ഒരു മർത്തോമക്കാരൻ നിലയ്ക്ക് ഒരിക്കലും സഹിക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനാണ് ഞാൻ അവിടെ കണ്ടത്. മെയിൻ പന്തലില് നമ്മൾ പോയി പാട്ടും കേട്ട് പ്രസംഗവും കേട്ടിട്ട് നമ്മൾ തിരിച്ചു പോരുക. ഈ രണ്ടിടത്ത് 2 വശത്ത് കൺവെൻഷന്റെ സൈഡിൽ ഇങ്ങനെ വല കിട്ടിയ പോലെ ഇരിക്കുകയാണോ? വല, അത് തന്നെ കറക്റ്റ്, ചേലന്തി വല കിട്ടിയ പോലെ. താങ്കളൊരു മാർത്തോമക്കാരനാന്ന് പറഞ്ഞു. ഇതിനു മുമ്പ് അവിടെ പോയിട്ടുള്ളതല്ലേ? തീർച്ചയായിട്ടും. അറിയാവുന്ന വ്യക്തി നിലയ്ക്ക് എന്തിനാണ് ഈ വഴിതെറ്റി ഈ ചിലന്തിവലയ്ക്കകത്ത് കയറാൻ പോകുന്നത്? പരിപാടിയൊന്നും കൃത്യമായിട്ട് അറിയാവുന്നല്ലോ. ഓക്കെ, മാർത്തോമക്കാരൻ അല്ലെങ്കിൽ അറിയാം, പാവപ്പെട്ടവൻ വഴിതെറ്റിയെങ്ങാണ് നിങ്ങൾക്കറിയാം? അല്ല, അറിയാം. അതിനകത്ത് വന്നൊരു പറ്റെന്ന് പറയുന്നത്, ഇത് ഈ പത്രത്തിലെല്ലാം കൂടെ ഇവരുടെ വലിയ അഡ്വർടൈസ്മെന്റും കാര്യങ്ങളും ഒക്കെ വന്നല്ലോ. അപ്പൊ എൻ്റെ വൈഫ് എന്നോട് നിർബന്ധിച്ച നിമിത്തമാണ് പുള്ളിക്കാരിയെ കൊണ്ട് ഞാൻ ഓർത്തു, ശരി അവിടെ ഒരു ആഗ്രഹമല്ലേ, അറ്റത്തം വരെ ഒന്ന് ചെല്ലാമെന്ന് വെച്ചു. ഭാര്യയ്ക്ക് സമാധാനമായി എല്ലാം കണ്ടപ്പോ? ഇഷ്ടം പോലെ ഇഷ്ടമായി. ഇനി അവിടെ പോകാൻ പറ്റിയില്ലോ എന്നൊക്കെയുള്ള മനസ്താപമൊക്കെ മാറി കിട്ടിയില്ലേ? എന്റെ ജീവിതത്തിൽ ഇന്നിപ്പോ ഇവിടെ ഇരുന്ന് പറഞ്ഞു അവർക്ക് തൃപ്തിയായി. ഞാൻ ഒരു കാര്യം സാറിനോട് വ്യക്തമായിട്ട് പറയാം. നമ്മൾ ഈ ഒരു ഇടവകയിൽ ചെല്ലുമ്പോൾ ഇവർ ഒത്തിരി ചാരിറ്റി പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഓക്കെ, നമ്മൾ സാമാന്യ രീതിയിൽ നമ്മൾ ആ കഴിവത് പിന്നെ ഇതിനെല്ലാം കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കഴിഞ്ഞ് അവിടെ നിന്ന് പറയുന്നത് അത് പെന്തിക്കോസുകാർ പോലും ചെയ്യാത്തൊരു സംഭവമാണ് ഞാൻ ആലോചിക്കുന്നത്. നമ്മൾ ഒരിടത്ത് ചെന്ന് നമ്മൾ ആരാധന അല്ലെ കൺവെൻഷൻ അല്ലെ പ്രസംഗക്കാരുടെ ഒരു പ്രസംഗം കേട്ട് മനസ്സിനൊരു ശാന്തി ഉണ്ടായിട്ട് പോവുക. ഇത് ചെല്ലാൻ കയറി ചെന്നിട്ട് അവിടെ ഇരുന്ന 20 രൂപ കസേരയ്ക്ക് കൊടുക്കണം. അപ്പോട്ടെ 20 അവർ വാടകയ്ക്ക് എടുത്തായിരിക്കും, അത് നമ്മൾ അങ്ങ് കൊടുത്തേക്കാം, കുഴപ്പമില്ല. അല്ലെ നിലത്തിരുന്നു, നമുക്ക് അതിനകത്തും വിഷയമില്ല. നിലത്തിരിക്കാനുള്ള സൗകര്യം ഉണ്ടോ? ഉണ്ട്. നിലത്തിരിക്കുന്നതിന് പൈസ ഉണ്ടോ? അതിനില്ല. ചന്തി വെക്കാനുള്ള സ്ഥലത്തിന് വാടക ഇല്ല. അതിനകത്ത് ഏറ്റവും വലിയ രസം എന്ന് പറയുന്നത് ആ പേപ്പർ അവിടെ ഇട്ട് കഴിഞ്ഞാൽ ഇവർ ഈ ഹരിത എന്താ പറയുന്നത് മറ്റേ ഇതൊന്നും പറഞ്ഞിട്ട് പാണ്ടികളെ ഏൽപ്പിച്ചിട്ടുണ്ട്. അവർ ഈ ഒരു യോഗം കഴിയുന്നുണ്ടെങ്കിൽ ഇവർ ഈ പേപ്പറെല്ലാം കൂടെ തല്ലിക്കൂട്ടി ആക്രിയായിട്ട് എടുത്തോണ്ട് പോകുന്നുണ്ട്. അത് വിൽപ്പന അത് വേറെ ഉണ്ട്. അത് ആക്രിക്ക് കൊടുക്കാതെ ഇവരാണ് അതിന്റെ കച്ചവടം. ഇവര് പിന്നെ ഇത് ടെൻഡർ എടുത്തിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കുറെ പേര് വന്നിട്ട് ഈ പേപ്പർ മുഴുവൻ നമ്മൾ കൊണ്ട് ചെല്ലുന്ന പേപ്പർ മുഴുവൻ അവര് അവിടുന്ന് കളക്ട് ചെയ്തിട്ട് കൊണ്ടുപോകുന്നുണ്ട്. അങ്ങനെ വന്നാലും മുതലാവും. പേപ്പർ കൊണ്ട് ആളുകൾ വന്നാലും മുതലാവും. അതെ. അച്ഛന്മാരും പ്രസംഗം കേൾക്കാൻ പോകത്തില്ല. അവർക്കിതെല്ലാം അറിയാവുന്ന അവരെല്ലാം തികഞ്ഞവരല്ലേ. അവർക്കെന്തിനാ? നിങ്ങൾ വിശ്വാസികൾ ഉദ്ദേശിച്ചല്ലേ ഈ സാധനങ്ങൾ നന്നാകേണ്ടത് നിങ്ങളല്ലേ? അതെ. അച്ഛന്മാരെല്ലാം വരുന്നവർ എവിടെ ഇരിക്കുന്നേ? അച്ഛന്മാരെ എല്ലാം കൂടെ ഒരു കുടിലിനാക്കി ഇങ്ങനെ ഓരോരുത്തർക്ക് കൊടുത്തിരിക്കുക. ടാർഗറ്റ് കൊടുത്തിട്ടുണ്ട്. ഒരു ദിവസം ഈ ഒറ്റ കുടിലിൽ നിന്ന് 10,000 പിരിക്കണമെന്നും പറഞ്ഞു. അപ്പം 10,000 പിരിക്കാൻ പറ്റാത്ത അച്ഛൻ്റെ
പരിപാടി തീർന്നു. 10,000-ത്തിന് പകരം 1,00,000 പിരിക്കുന്നവന് നാളെ ന്യൂജേഴ്സി, ന്യൂയോർക്ക് കഴിവുള്ള അച്ഛനല്ലേ 10 ടാർഗറ്റ് കൊടുത്തപ്പം 100 അംഗീകാരം കൊടുക്കണം. അംഗീകാരം കൊടുക്കും. അല്ലാതെയുള്ള പാവം പിടിച്ച കുറച്ച് നല്ല അച്ഛന്മാരുണ്ട്. അവര് ചെന്ന് കഴിഞ്ഞാൽ അവർക്ക് ഈ പണമോ ക്യാൻവാസോ ചെയ്യാൻ അറിയത്തില്ല. അവരൊക്കെ പിന്നെ എന്തിനാ അച്ഛന്മാരാന്ന് തുടർന്ന് അവരൊന്നും സഭയെ പോലും തുടരാൻ അർഹരില്ല, പിരിച്ചു വിടണം. അതെ, അവരെ എന്തോ ചെയ്യുന്നറിയോ, നേരെ തണ്ണിത്തോട്, കുമ്പിത്തോട്, മറിച്ച് തോടെല്ലാം കൂടെ അവരെ പോസ്റ്റ് ചെയ്യും. കൂടുതൽ പണം പിരിക്കുന്നവന് ഇതങ്ങ് കൊടുക്കും. ഇത് ഭയങ്കര നെക്സസാണ്. അതില് നാട്ടുനടപ്പ് അങ്ങനല്ലേ? ഈ ജോസഫ് മാർത്തോമ മെത്രാപ്പോലീത്ത പുള്ളി ഞാൻ സപ്പോർട്ട് ചെയ്യുന്നതല്ല, ഞാൻ പറയാം. പക്ഷെ പുള്ളി എല്ലാവരെയും കൃത്യമായിട്ട് ഇവരെ നിയന്ത്രിച്ച് നിർത്തിയിട്ടിരിക്കുന്ന ഒരാളായിരുന്നു. പിന്നെ ഹാസ്യ രൂപത്തിൽ നമ്മുടെ ഫിലിപ്പോസ് ക്രിസോസ്റ്റോ പിന്നെ ഇവരെല്ലാം നിയന്ത്രിക്കുന്നായിരുന്നു. ഇപ്പോഴോ? ഇപ്പം വന്നവര് ബോധം ഒഴിഞ്ഞൊരു സിംഹം. അത് ഉദ്ഘാടന പ്രസംഗത്തിൽ നല്ല പ്രസംഗമല്ലായിരുന്നോ? നല്ല പ്രസംഗം എന്ന് പറഞ്ഞാൽ ഏതോ ഒരു പ്രൊഫസറെ കൊണ്ട് എഴുതി വെപ്പിച്ചിട്ട് അതങ്ങ് കീച്ചുവാ. പിന്നെ അത് വേണം, ഇത് വേണം, മറ്റേ വേണം, ബ്രൂവറി വേണ്ട. ബ്രൂവറി എന്താ മെത്രാപ്പൊലീത്ത കടിച്ചോ? ബ്രൂവറിയോട് എനിക്കറിയത്തില്ല സാർ. ആ വീഡിയോ ഒന്ന് കേട്ട് നോക്ക, എല്ലാം എഴുതി വായിക്കുക. ഇത് വി ഡി സതീശൻ വരാത്തതിന്റെ കേട് തീർത്തില്ല. വി ഡി സതീശന് പറയാനുള്ളതെല്ലാം മെത്രാപ്പൊലീത്ത അങ്ങ് പറഞ്ഞില്ലയോ? അത് എഴുതി കൊടുത്തത്, അത് വായിച്ചു കേൾപ്പിക്കുക. ഇടതുപക്ഷ സർക്കാരിനെതിരെ നല്ല ഘോരം മാർത്തോമ മറ്റേ കൺവെൻഷനിൽ നിന്ന് മെത്രാപ്പൊലീത്ത പ്രസംഗിച്ചില്ല. വി ഡി സതീശൻ പ്രസംഗിക്കേണ്ട പ്രസംഗമല്ലായിരുന്നു അത് പുള്ളി പ്രസംഗിച്ചത്? അതെ അതെ. അന്നേരം ആ പരാതി അങ്ങ് തീർന്നില്ല. വി ഡി സതീശൻ വരുമായിരുന്നെങ്കിൽ ഇത് തന്നെയായിരുന്നു പുള്ളി പ്രസംഗിക്കുന്നത്. അതെ. പാർക്കിങ്ങിന് പൈസ ഉണ്ടോ? പാർക്കിംഗ് ഇവര് ഓൾറെഡി പാർക്കിംഗ് ഇടാനായിട്ട് വെച്ചിരിക്കുന്ന ആൾക്കാരില്ലേ, അവർക്ക് കൊടുത്തിരിക്കുക. എന്നിട്ട് അവരുടെ ഇവര് ഡയറക്റ്റ് മേടിക്കാല്ല, നമ്മുടെ നിന്നെല്ലാം മേടിക്കുന്നു. അന്നേരം അവർക്ക് കപ്പം മേടിച്ചിട്ട് ചില്ലറ കച്ചവടത്തിന് അവർക്ക് കൊടുത്തേക്കുക. അതെ അതെ അതെ. ഈ അപ്പിടാൻ പോകാനുള്ള സംവിധാനം ഒക്കെ ഉണ്ടോ അവിടെ? അതിന് പൈസ കൊടുക്കണോ? ഒന്നുമില്ല. അത് ആറ്റിലെങ്ങാനും ഇറങ്ങിയിരുന്നിട്ട് അപ്പി ഇട്ടാ മതി. അത് അതിനകത്ത് എന്നിട്ട് കഴിഞ്ഞ പ്രാവശ്യം 2 പിള്ളേർ അവിടെ മരിച്ചു പോയതാ ഇതിനകത്ത് വീണ്. അന്ന് വലിയ കരച്ചിലും പിടിച്ചിലും ഒക്കെ ആയിരുന്നു. എന്നാലും ഇപ്രാവശ്യം പിന്നെ ആ പ്രസംഗത്തിലെങ്ങാനും പറയണ്ടായിരുന്നു, പിള്ളേരെ നിങ്ങൾ ആറ്റിലോട്ടൊന്നും പോകില്ല. അതിനെക്കുറിച്ചൊന്നും ഒരു പരാമർശവും ഇല്ല. കൊടുക്കുന്നവർക്ക് ഉത്തരവാദിത്വം വേണ്ടേ? അതെ 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 അതെ. അവിടെ കൺവെൻഷൻ നടക്കുന്നു. നമ്മൾ ആ വെളിയിൽ കൂടെ 2 വഴിക്കൂടെ വന്നു കഴിഞ്ഞാൽ ചെലന്തിവല പോലെ പിടിച്ചു വെച്ചിട്ട് എല്ലാവരും പണം. അപ്പം നമുക്ക് ഒരു നാണക്കേടുണ്ടാകത്തില്ലേ? ഒരു പുരോഹിതനല്ലേ പണം ചോദിക്കുന്നത്. ഇവരെ എല്ലാം ഈ പുരോഹിതന്മാരെല്ലാം എന്ത് ചെയ്തു? പെട്ടുപോയിരിക്കുക, ടാർഗറ്റ് കൊടുത്തിരിക്കുക. ഈ പൈസ ആരാ കൊണ്ടുപോകുന്ന? എന്നിട്ട് ആ സംഘടനയ്ക്ക് അങ്ങ് ചേർത്തങ്ങ് കൊടുക്കുക, ഇത്രയും പിരിച്ചെന്നും പറഞ്ഞ്. ഓരോരോ സംഘടനകള് ഇവര് എന്ത് ചെയ്തു? ഒരു കമ്പനി ഉണ്ടെന്നുണ്ടെങ്കിൽ കമ്പനിയുടെ ഒരു 10 ശാഖകളുണ്ടാകും. എന്നിട്ട് ആ ശാഖകൾ വെച്ചിട്ട് ഇവര് പിരിവ് നടത്തുന്നു. ഓരോരോ സ്ഥാപനങ്ങളും അങ്ങ് നടത്തുക. എന്നിട്ട് അതിനൊക്കെ കൊടുക്കാൻ ഇഷ്ടം പോലെ ആൾക്കാരുണ്ടെന്നേ. പക്ഷേ അതിനകത്തൊരു സാധാരണ ജനം ചെന്ന് കഴിഞ്ഞിട്ട് ഒരു പ്രസംഗം കേൾക്കാൻ ചെന്ന് കഴിഞ്ഞാൽ ഈ 100 എണ്ണം അവിടെ എവിടെയും പിടിച്ചിട്ട് ചാരിറ്റിക്ക് ഇങ്ങോട്ട്. അപ്പൊ ഒരാളോട് കുറച്ച് മറ്റേടത്ത് 2000 കൊടുത്തു. മുൻകാലങ്ങളെ അപേക്ഷിച്ച് പ്രസംഗങ്ങളൊക്കെ ഉണ്ട് വിശ്വാസികളെ സംബന്ധിച്ചുള്ള അവർക്ക് വളരെ ചിന്തോദ്ദീപമാണോ? എനിക്ക് തോന്നുന്നു വളരെ മോശമാണ്. കാരണം ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഈ സുനിൽ സാറ് ഒരു വീഡിയോ ചെയ്യുമ്പോൾ സ്വന്തം ഹൃദയത്തിൽ നിന്നല്ലേ സംസാരിക്കുന്നത്? അതോ നോക്കി വായിക്കുമോ? അതിന് രണ്ടിനും വ്യത്യാസമുണ്ട്. സ്വന്തം ഹൃദയത്തിൽ നിന്ന് പറയുന്നവരായിരുന്നു പണ്ടത്തെ മെത്രാപ്പോലിത്തന്മാര്. ഇത് സുനിൽ സാർ ഇപ്പൊ എഴുതി ഒരു പേപ്പർ അങ്ങോട്ട് വെച്ചിട്ട് അവത്തിൽ നോക്കി വായിച്ചു കഴിഞ്ഞാൽ അതിനെന്തോ ഉദ്ദേശം? ഇവര് ഏതോ ഒരുത്തന്റെ ഇത് വെച്ച് അവരെഴുതി കൊടുക്കുന്നു, ഇത് വായിക്കുന്നു. ഇതിനിടയ്ക്ക് വേറൊരു കക്ഷി ഇപ്പം വരുന്നുണ്ട്. എന്താണെന്നറിയാം? പൂച്ചാണ്ടി ബാബയോ? അതിന്ന് ഈ മാരാവണിനേക്കാളിലും കൂടുതൽ ഏഷ്യാനെറ്റൊക്കെ കവർ ചെയ്തിരിക്കുന്ന പുള്ളിയുടെ പ്രസംഗമാണ്. അപ്പൊ പുള്ളി ബ്രൂവറിക്കെതിരെ ഇങ്ങനെ പറഞ്ഞു, മറ്റവർക്കെതിരെ ഇങ്ങനെ പറഞ്ഞു. ഇതൊക്കെ എന്തൊക്കെയാ? ഇതൊക്കെ ഒന്ന് സാർ ഒരു കാര്യം ചെയ്യും, ഞാൻ ഇത്രേ റിക്വസ്റ്റ് ചെയ്യുള്ളൂ. ഞാൻ ഈ പറഞ്ഞതിനകത്ത് എന്തെങ്കിലും അടിസ്ഥാനം ഉണ്ടെന്നുണ്ടെങ്കിൽ സാറിന്റെ ഒരു റിപ്പോർട്ടറെ നാളെ മാരാമൺ കൺവെൻഷനിൽ വിടും. മാരാമൺ കൺവെൻഷൻ വേദിയെ അമിത പണപ്പിരിവിനും പിടിച്ചുപറിക്കുമുള്ള വേദിയാക്കി മാറ്റിയാൽ
രാഷ്ട്രീയ വിവാദ പ്രസ്താവനകൾക്കുള്ള വേദിയാക്കി മാറ്റിയാൽ, കളങ്കിതരായ കൂതാശപ്പണിക്കാരന്മാരെ പ്രാസംഗികരായി വിളിച്ചാൽ ഈ ചരിത്രപ്രസിദ്ധമായ മാരാമൺ കൺവെൻഷൻ ഒരു ഓർമ്മയായി മാറും എന്നതിൽ സംശയമില്ല. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.